ഉറ്റുനോക്കി എപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങള്, ഈ ആണി, ആ ആണിക്ക് ഒരു ദ്വാരമിട്ടു, അതിന് ഉള്ളിൽ വേറെ അഴച്ചു കാറ്റിയ, അതിന്റെ മുകളിൽ ഇന്ത്യ വളരെ സുന്ദരമായി എഴുതി പഠിപ്പിച്ചു, മെയ്ഡ് ഇൻ ഇന്ത്യ. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളാണ് പലപ്പോഴും നമ്മൾ നടത്താറുള്ളത്. അപ്പൊ സദസ്സിലേക്ക് ഞാൻ ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളൊരു ബുദ്ധി ഇത്തിരി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. വാസ്തവത്തിൽ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ പോകുന്നു എന്നതാണ്, നമ്മുടെ കഴിവ് വളരെ കുറഞ്ഞ് ഉപയോഗിക്കുന്നു എന്നതാണ് പലപ്പോഴും നമുക്ക് നേടാതിരിക്കാനുള്ള കാരണങ്ങൾ. വ്യക്തിത്വ വികസന ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങൾ, സ്കൈ ഈസ് ദ ലിമിറ്റ്. സ്കൈ ഈസ് ദ ലിമിറ്റ്. ആകാശമാണ് പരിധി. നിങ്ങൾക്ക് എത്രയും ഉയർന്ന് മുന്നോട്ട് പോകാം. ആ ശാഖയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, വ്യക്തിത്വ വികസനം എന്ന മേഖല. ഇന്ന് വളരെ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണിത്. നിങ്ങൾക്കറിയാമോ, ലോകത്ത് ശാസ്ത്രീയമായി സാമ്പത്തികമായി ഒക്കെ ഏറ്റവും പുരോഗമിച്ച രാഷ്ട്രം ഏതാണ്? അമേരിക്ക. അമേരിക്കയുടെ ഈ ഭൗതിക വിജയത്തിന് മുന്നിൽ പക്ഷേ അമേരിക്ക ഏറ്റവും സുഖമുള്ള രാഷ്ട്രമല്ല. ആണോ? അല്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇന്ന് ഏറ്റവും അധികം ടെൻഷൻ അനുഭവിക്കുന്നത് ബുഷാണ്. എന്തായിരുന്നു ഏറ്റവും വലിയ ടെൻഷൻ? രണ്ടാളെ കാണാനില്ലായിരുന്നു. അതിൽ ഒരാളെ കണ്ടു കിട്ടിയെന്നും കിട്ടിയില്ലെന്നും കൗലാനി. അല്ലാഹു അഅലം, ഡൂബിളിയാണോ എന്ന് ആർക്കറിയാം. ഇനി ഒരാളെ കൂടി കണ്ടു കിട്ടാനുണ്ട്. ആളെ പേര് പറയുന്നത് അത്ര ഗുണകരമല്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ദിനേശ് പീടി പോലത്തെ ഒരു മനുഷ്യൻ. തിരുവോൽക്ക് തിരിഞ്ഞാൽ മതി, സമയത്താർക്കിലെ ഇഷാറ കാഫി. ഇയാള് അസ്വസ്ഥനായിരിക്കുകയാണ്. ഇത്രയധികം എല്ലാ ഭൗതിക സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഇത്രയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് ആയിപ്പോയി. അപ്പൊ നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് സുഖമാണെങ്കിൽ, ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഈ ജീവിതം സുഖകരമാക്കാൻ ഏറ്റവും ആവശ്യമായത് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മനസ്സമാധാനം. ലോകസമാധാനമല്ലോ, നടക്കൂല കേട്ട. മനസ്സമാധാനം എന്ന് പറയുന്നു. ക്ഷമ ആണെന്ന് പറഞ്ഞു. ക്ഷമ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങള് അതിനൊരു നിർവചനമുണ്ട്. മറ്റുള്ളവരെ ഉപദേശിക്കാൻ വളരെ സൗകര്യമുള്ളതും സ്വയം നടപ്പിലാക്കാൻ വളരെ പ്രയാസമുള്ളതും. അതാണ് ക്ഷമ. ക്ഷമ എന്ന് പറഞ്ഞാൽ അതാണ്. ഏതായാലും ആവട്ടെ, ഇപ്പോഴും പ്രധാന പോയിന്റിലേക്ക് നിങ്ങൾ വന്നിട്ടില്ല. അതാരാ പറഞ്ഞേ? ആരോഗ്യം ആണോ? അല്ലേ? ആരോഗ്യം. സുഖം എന്ന് പറഞ്ഞാൽ തന്നെ മെന്റൽ ഹെൽത്ത് ആണ്. രണ്ട് ഹെൽത്ത് ഉണ്ട്, ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെന്റൽ ഹെൽത്ത്. സുഖം എന്ന് പറഞ്ഞാൽ മാനസിക ആരോഗ്യമാണ്. ആരോഗ്യമാണ് സുഖത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. സുഖമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു മാനസിക ആരോഗ്യകരമായ മാനസിക അവസ്ഥയാണ്. ഈ ആരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേടുവരുന്നത് വരെ നാം തീരെ തിരിഞ്ഞു നോക്കാത്ത വസ്തുവിന്റെ പേരാണ് എന്ത്? ആരോഗ്യം. കേട്ടത് മുഴുവൻ വായിച്ചു തിന്നു, എന്നിട്ട് പറയുകയും ചെയ്യൂ, ഇങ്ങോട്ട് ഉപദ്രവിക്കാത്തത് എന്തും മുഹമ്മദ് തിന്നു. പ്രസ്താവന. എങ്ങനെയാണ് ആരോഗ്യം കേടുപോകുന്നതെന്നൊന്നും ആർക്കും ഒരു ചിന്തയുമില്ല. വന്നതിന് ശേഷം മദ്രാസിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ ചികിത്സിക്കും. നാം സുഖം വേണമെന്ന് പറയുന്നേ ഉള്ളൂ. എന്ത് സുഖഘടകം എന്താണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സുഖം വേണമെന്ന് എല്ലാവരും പറയുന്നു. ഒരു സ്കൂളിലും ഒരു കോളേജിലും ഒരു യൂണിവേഴ്സിറ്റിയിലും ജീവിതം അങ്ങനെ സുഖകരമാക്കാമെന്ന് പഠിപ്പിക്കുന്നില്ല. അതിനും ചില സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഫോർമുലകളുമുണ്ട്. ചില ഭൗതിക സിദ്ധാന്തങ്ങളും ചില ആത്മീയ സിദ്ധാന്തങ്ങളും. ഇത് നാം സ്വീകരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് സുഖകരമാക്കാൻ കഴിയും.